ഹലോ വെൽക്കം ബാക്ക് ടു എമ്മി മലബാർ. ഇന്ന് നമ്മൾ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന അതേസമയം വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജിലേബിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഒരു 20 മിനിറ്റ് ഉണ്ടെങ്കിൽ വീട്ടിൽ മൈദയും ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അത്രയ്ക്ക് ടേസ്റ്റാണ്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ജിലേബി ഇഷ്ടമല്ലാത്തവർക്ക് പോലും ഇഷ്ടമാവും. അത്രയ്ക്ക് രുചിയാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ട് ഇതിന്. അപ്പോൾ നമുക്കൊട്ടും താമസിയാതെ ഈ ജിലേബി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് എമ്മി മലബാർ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആദ്യം ഒരു ബൗളിലേക്ക് ഞാൻ 1 കപ്പ് അളവിൽ മൈദ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ തൈരും കൂടി ചേർക്കാം. 1/4 കപ്പ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണിൻ്റെ അടുത്തുണ്ട്. തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു 4 ടീസ്പൂൺ അളവിൽ കോൺഫ്ലോർ ചേർക്കണം. അപ്പോൾ ഈ കോൺഫ്ലോർ ചേർക്കുമ്പോൾ ഈ നമ്മുടെ ജിലേബിൻ്റെ പുറംഭാഗം ഒന്ന് ക്രിസ്പി ആയിട്ടിരിക്കും. അപ്പോൾ അതിൻ്റെ പേരിലാണ് കോൺഫ്ലോർ ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ടീസ്പൂൺ ആട്ടോ, ടേബിൾ സ്പൂൺ അല്ല. എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഈ മൈദയിലേക്ക് ഇനി നമുക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും ആവശ്യത്തിന് വളരെ നുള്ളു ഒരു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഫുഡ് കളർ ചേർക്കണം. അപ്പോൾ ഞാനിവിടെ വളരെ നുള്ളു റെഡ് ഫുഡ് കളറാണ് ചേർക്കുന്നത്. ഇനിയിപ്പോൾ അത് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. ശേഷം നമ്മൾ മൈദ അളന്നെടുത്ത അതേ സെയിം കപ്പിലേക്ക് 1 കപ്പ് നിറയെ വെള്ളം എടുക്കുക. എന്നിട്ട് നമ്മൾ കുറച്ചായിട്ട് ഈ മൈദയിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾ ഏത് കപ്പിലാണോ എടുക്കുന്നത് അതിൽ തന്നെ നിങ്ങൾ വെള്ളം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഈ 1 കപ്പ് മുഴുവനായിട്ട് വെള്ളം ആവശ്യം വരുന്നില്ല. ഏകദേശം ഒരു 1/4 കപ്പ് അളവിൽ മാത്രമേ നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ടതായിട്ട് ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ചായിട്ട് ചേർത്തിട്ട് കട്ടകളില്ലാത്ത രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കളറ് വേണ്ടെങ്കിൽ ചേർക്കേണ്ട. അതിന് പകരം ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല മഞ്ഞ ജിലേബി ആയിട്ട് കിട്ടും. വളരെ നുള്ളു ചേർത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ മൈദക്ക് പകരം ആട്ട എടുത്തിട്ട് ചെയ്യാം. പക്ഷേ എത്രത്തോളം ടേസ്റ്റ് ഉണ്ടാകും എന്ന് എനിക്കറിയില്ല. മൈദയാണ് ഒന്നും കൂടി നല്ലത്. ടേസ്റ്റ് വൈസ് നല്ലത് കേട്ടോ. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു അളവിൽ വെള്ളം ബാക്കി വന്നിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ബാക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. കൂടുതൽ ടൈം വെക്കണം എന്നില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു പുളി പോലുള്ള ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഒരു അരമണിക്കൂർ വരെ മാറ്റി വെക്കാം. ശേഷം നമുക്ക് ഷുഗർ സിറപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ അത് ആ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന ടൈം കൊണ്ട് നമുക്ക് ഷുഗർ സിറപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ അത്രയും ടൈം നമുക്ക് ലാഭമാണ്. അപ്പോൾ 1 കപ്പ് അളവിൽ ഞാൻ പഞ്ചസാര പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലൊരു 1/4 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. 3 ഏലക്ക കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഫ്ലേവറിനായിട്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ചെറുനാരങ്ങയുടെ നീര് ചേർക്കാം. പക്ഷെ ഞാൻ എടുത്ത തൈര് ഒരു ഇത്തിരി പുളിയുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ എക്സ്ട്രാ ചെറുനാരങ്ങയുടെ നീര് ചേർക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഒന്ന് തിളച്ച് വന്നാൽ ഒന്ന് തിക്കായി വന്നാൽ മതി. ഒറ്റനൂൽ പരുവ് ആവേണ്ട ആവശ്യമില്ല. ജിലേബി ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഈ ബാറ്റർ ഒരു സിപ്ലോക്ക് ബാഗിലോട്ട് മാറ്റുന്നുണ്ട്. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് കേക്ക് ഐസിങ് ചെയ്യാൻ എടുക്കുന്ന പൈപ്പിംഗ് ബാഗ് എടുത്ത് ചെയ്താലും മതി. അപ്പോൾ പൈപ്പിംഗ് ബാഗ് ഇല്ലാത്തവർക്ക് ഈ സിപ്ലോക്ക് ബാഗിൽ എടുത്തിട്ടും ചെയ്യാം. അപ്പോൾ നമുക്ക് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനൊരു 5 മിനിറ്റ് ഈ ബാറ്റർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 15 മിനിറ്റ് വരെ മാറ്റി വെച്ചാൽ ഒന്നും കൂടെ നന്നായിരിക്കും. അഥവാ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് തന്നെ കഴിക്കണമെങ്കിൽ ഒരു മിനിമം ഒരു 5 മിനിറ്റ് വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ ബാറ്റർ എല്ലാം ഫ്രൈ ചെയ്യാനായിട്ട് റെഡി ആയിട്ട് സിപ്ലോക്ക് ബാഗിൽ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പോൾ അതിനായിട്ടൊരു പാൻ എടുക്കുക. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് നമ്മൾ അപ്പുറത്തെ സൈഡിൽ അങ്ങ് വെച്ച് കൊടുത്താൽ ഈ ചൂടിൽ അങ്ങ് ഇരുന്നോളും. അപ്പോൾ ആ ഷുഗർ സിറപ്പിൻ്റെ ചൂടും അങ്ങ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ആദ്യം ഉണ്ടാക്കിയ ജിലേബി അത്ര പെർഫെക്റ്റ് ആയിട്ട് വന്നില്ല. കാരണം നമ്മുടെ ഓയിലിൻ്റെ ചൂട് അത്ര കറക്റ്റ് അല്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ മീഡിയത്തിനേക്കാളും ഒരല്പം കുറഞ്ഞ തീയിൽ വെച്ചിട്ട് തന്നെ എണ്ണ ചൂടാക്കിയിട്ട് ആ തീയിൽ നിങ്ങൾ മാറ്റമൊന്നും വരുത്തണ്ട. അതേ തീയിൽ വെച്ചിട്ട് തന്നെ നമുക്കിതങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് തിരിച്ചും മറിച്ചിട്ടിട്ട് നമുക്ക് ഈ ചൂടോടെ തന്നെ ഈ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കണം. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടതെന്ന്. അപ്പോൾ ആദ്യം 1-2 ജിലേബിയൊക്കെ ചിലപ്പോൾ ഫ്ലോപ്പായി എന്ന് വരും. അതായത് നമുക്ക് കറക്റ്റ് ചുറ്റിയെടുക്കാൻ പറ്റില്ല. പിന്നെ അങ്ങ് ശരിയായിക്കോളൂ. നിങ്ങൾക്ക് ചെയ്തെടുക്കുമ്പോൾ മനസ്സിലാകും. അപ്പോൾ കണ്ടില്ലേ, ഇത് ഫ്രൈ ചെയ്ത ഉടനെ നമുക്ക് ഷുഗർ സിറപ്പിൽ ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് തിരിച്ചും മറിച്ചിട്ടിട്ട് 2 സെക്കൻഡ്, അതിൽ കൂടുതൽ വെക്കേണ്ട, നമുക്ക് ഇത് മാറ്റാം. ഇതുപോലെ നമുക്കിതങ്ങ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വലിയ ജിലേബിയൊക്കെയാണ് വേണ്ടെങ്കിൽ നമ്മൾ
ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രഷർ കൊടുത്തിട്ട് നമ്മളിത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കട്ടിയിൽ അങ്ങ് കിട്ടും. അഥവാ നിങ്ങൾക്ക് നല്ല സ്ലിം ആയിട്ടുള്ള ജിലേബിയാണ് വേണ്ടെങ്കിൽ നമ്മളിങ്ങനെ അത് ചുറ്റിച്ചു കൊടുത്താൽ മാത്രം മതി, അധികം പ്രഷറൊന്നും കൊടുക്കേണ്ട. നിങ്ങൾക്ക് ഒരു 2 ജിലേബിയൊക്കെ ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ ഒരു രീതി മനസ്സിലാകും. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഷുഗർ സിറപ്പിൽ ഡിപ്പ് ചെയ്യുക, നമുക്കിതങ്ങ് മാറ്റി വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒട്ടും ക്രിസ്പി അല്ലാത്ത ജിലേബിയാണ് വേണ്ടെങ്കിൽ ഷുഗർ സിറപ്പിൽ നിങ്ങൾ 1 മിനിറ്റ് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. പക്ഷേ അത് നല്ല സോഗിയായി പോകും, അത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്തെടുക്കുന്നതാവും നല്ലത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നല്ല വലിയ ജിലേബിയാണ് വേണ്ടതെങ്കിൽ നമ്മളിങ്ങനെ ചുറ്റിച്ചെടുക്കുമ്പം ജസ്റ്റ് ഒന്ന് നമ്മുടെ കയ്യിലൊന്ന് പ്രഷർ കൊടുത്താൽ നല്ല വീതിയിലുള്ള ജിലേബി നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പും ചെറുതായിട്ട് ചൂടുണ്ടാവണം. അതുപോലെ തന്നെ ചൂടോടെ തന്നെ നമ്മൾ ഈ ഫ്രൈ ചെയ്ത ജിലേബി ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് ആ ഒരു 2-3 സെക്കൻഡിൻ്റെ ഉള്ളിൽ ആ ഷുഗർ സിറപ്പ് അങ്ങ് ഡ്രിങ്ക് ചെയ്ത് കൊടുക്കുള്ളൂ. അപ്പോൾ ആ ഒരു പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് ഷുഗർ സിറപ്പ് നന്നായിട്ട് ഈ ജിലേബി ഡ്രിങ്ക് ചെയ്തെടുക്കില്ല. ചെറിയൊരു ചൂട് വേണം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുന്നതിൻ്റെ അടുത്ത് തന്നെ ഷുഗർ സിറപ്പ് വെച്ചാൽ മതിയാകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ജിലേബി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്